السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം തന്റെ അനുയായികളോടൊപ്പം പുറത്ത് നടക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. വഴിമധ്യേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും സഹായങ്ങളെയും സംബന്ധിച്ച് സംസാരമുണ്ടായി. തദവസരത്തിൽ മസീമോദ് അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹു സത്യം വെളിപ്പെടുത്തുന്നതിന് നമ്മുടെ ഈ ശൃംഖലയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി എത്രമാത്രം തെളിവുകളാണ് പ്രകടമാക്കുന്നത്. എന്നിട്ടും ഇവരുടെ കണ്ണുകൾ തുറക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഒരു എതിരാളി ഒരിക്കൽ എനിക്ക് കത്തെഴുതി, താങ്കളോടുള്ള എതിർപ്പിന് ജനങ്ങൾ കുറവൊന്നും വരുത്തിയിട്ടില്ല, എന്നാൽ ഒരു കാര്യത്തിന് എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ഇത്രമാത്രം എതിർപ്പുണ്ടായിട്ടും താങ്കൾ എല്ലാ കാര്യത്തിലും വിജയം നേടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തോടുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. അതിന്റെ ഫലം വെളിവായി. എന്നാൽ ഇത് അപ്പോൾ മാത്രമല്ല, മറിച്ച് ഇന്നും എതിരാളികൾ വലിയ ബലം ഇക്കാര്യത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ ഏതൊരു കോണിലാണെങ്കിലും എതിരാളികൾ ജമാഅത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനോ നശിപ്പിക്കുന്നതിനോ ശ്രമിച്ചുവോ, ആ രാജ്യങ്ങളിൽ അള്ളാഹു അഹമ്മദികളുടെ ത്യാഗത്തിന്റെ നിലവാരത്തെ ഉയർത്തുകയും അവിടെ നിന്ന് ലോകത്തിന്റെ മറുഭാഗത്തും ജമാഅത്തിന്റെ പുരോഗതിക്കായുള്ള മാർഗങ്ങൾ തുറന്നു തരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം നമ്മുടെ കഴിവുപയോഗിച്ച് ഈ വിധം പ്രവർത്തിക്കാൻ ശ്രമം നടത്തിയാലും ഒരിക്കലും ഇത്തരത്തിൽ നാം വിജയം കൈവരിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ കരങ്ങളാൽ നടപ്പെട്ട ചെടിയാണ് അഹമ്മദിയത്ത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിന് അള്ളാഹുവിന്റെ ഇംഗിതപ്രകാരം വളരുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. ഈ അവസരത്തിൽ ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിക്കുന്ന സംഭവങ്ങൾ, ഈ കാലഘട്ടത്തിൽ അള്ളാഹു എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്, എങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നത്, എപ്രകാരമാണ് അവരിൽ അഹമ്മദിയത്തിന്റെ സന്ദേശം എത്തിക്കുന്നത്, ഇത് സംബന്ധിച്ച ചില സംഭവങ്ങൾ പറയുകയാണ്.
നമ്മുടെ നൈജീരിയയിലെ മുബല്ലിഗ് എഴുതുന്നു, ഒരു തബ്ലീഗ് യാത്രക്കിടയിൽ ഒരു ദുർഘടമായ വഴിയിലൂടെ തബ്ലീഗ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നടന്നു. 3 ദിവസത്തിന് ശേഷം ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലമുണ്ട്, ഗിഡാഗിഡി എന്ന ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾ ഞങ്ങളെ തടഞ്ഞു. പറഞ്ഞു, നിങ്ങളുടെ തിരിച്ചുവരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇമാം സാഹിബിന്റെ അടുത്തേക്ക് പോകേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഇമാമിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തന്നെ ബയ്യത്ത് ഫോറം തരിക. ഞങ്ങൾ മുഴുവൻ പേരും ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞു, എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, ബയ്യത്ത് ചെയ്യാൻ ധൃതി കാണിക്കരുത്. ഇമാം സാഹിബ് പറഞ്ഞു, അള്ളാഹു ഞങ്ങളെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ജമാഅത്തിന്റെ സത്യതയെ സംബന്ധിച്ച് യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അള്ളാഹു അവരെ എങ്ങനെയാണ് സമാശ്വസിപ്പിച്ചത്? അവർ ആ സംഭവം കേൾപ്പിച്ചു. നിങ്ങൾ ഇതിലൂടെ കടന്നുപോയപ്പോൾ, നിങ്ങൾ പോയതിനു ശേഷം നമ്മുടെ നഗരത്തിലെ വഹാബികളുടെ വലിയ ഇമാം തന്റെ സംഘത്തോടൊപ്പം ഇവിടെ എത്തി. അഹമ്മദി കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ കാഫിറുകൾക്ക് ഇവിടെ വരാൻ അവസരമൊരുക്കി, തബ്ലീഗ് ചെയ്യുവാനും അനുവാദം നൽകി. അപ്പോൾ ഗ്രാമത്തിലെ ഇമാം സാഹിബ് അവരോട് പറഞ്ഞു, നിങ്ങളും അഹമ്മദികളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. താങ്കൾ ഇവിടെ വന്നത് മുതൽ കാഫിർ എന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. എന്നാൽ അവർ, അതായത് അഹമ്മദികൾ, ഇവിടെ വന്നിരുന്ന സമയം അത്രയും ഖുർആനെയും ഹദീസിനെയും കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല. അഹമ്മദികളുടെ ഈ കാര്യം കുഫറാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കുഫറാണ് ഇഷ്ടം. ഞങ്ങൾ അങ്ങനെയുള്ള കാഫിറാകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ വഹാബികളുടെ വലിയ മൗലവി നിരാശനായിക്കൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഗ്രാമവാസികൾ നമ്മുടെ മുബല്ലിഗിനോട് ബയ്യത്ത് ഫോറം ലഭിക്കുന്നതിനായി ശാഠ്യം പിടിച്ചു. ആ സമയം അദ്ദേഹത്തിന്റെ കൈവശം അതില്ലായിരുന്നു. എന്നാൽ ബയ്യത്ത് നടക്കുകയും വലിയ ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സ്ഥാപിതമാവുകയും ചെയ്തു. തൻസാനിയയിലെ റിബൂറിയയിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, ഒരു വലിയ ജമാഅത്ത് അവിടെ സ്ഥാപിക്കാൻ സാധിച്ചു. ഈ ജമാഅത്ത് ത്രിപുര പട്ടണത്തിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്ത് ഒരു അഹമ്മദി സുഹൃത്ത് സുലൈമാൻ ജമാ സാഹിബ് മുഖേനയാണ് സ്ഥാപിതമായത്. അദ്ദേഹം അവിടെ തബ്ലീഗിനായി പോവുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിലൂടെ ചില സുഹൃത്തുക്കൾ ബയ്യത്ത് ചെയ്തു. അതിനുശേഷം മൗലവി സാഹിബ് പല പ്രാവശ്യം അവിടെ സന്ദർശിച്ച് തബ്ലീഗ് ചെയ്തു. അതുമൂലം മറ്റു ചിലരും ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ അംഗങ്ങളുടെ എണ്ണം അധികരിച്ചുകൊണ്ടേയിരുന്നു. ജമാഅത്ത് അംഗങ്ങൾ ദരിദ്രരാണ്, എന്നാൽ വിശ്വാസത്തിന്റെ ആവേശത്താൽ അവർ സമ്പന്നരാണ്. തങ്ങളുടെ സാമ്പത്തിക നിലയിൽ നിന്നുകൊണ്ട് അവിടെ ഒരു പള്ളി അവർ പണികഴിച്ചു. ചന്തയിലും അവർ എല്ലാവരും അംഗങ്ങളാണ്. അതുപോലെ മാലിയിലെ അമീർ സാഹിബ് എഴുതുന്നു, തനാജിയ കക്ഷികളുടെ ഒരു ഇമാം ആലം തൻകാറ സാഹിബ് ബയ്യത്ത് ചെയ്തു. അദ്ദേഹം ബയ്യത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ദീർഘകാലമായി ജമാഅത്തിന്റെ കാസറ്റുകളും റേഡിയോയും കേൾക്കുകയായിരുന്നു. മാലിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിരവധി റേഡിയോ സ്റ്റേഷനുകളുണ്ട്. FM റേഡിയോയുടെ പരിധി 70-80 മൈലുകളോളമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശാലമായ സ്ഥലത്തേക്ക് ഇത് വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ തബ്ലീഗ് നടന്നു വരുന്നു. പറയുന്നു, പിതാവ്, അതായത് ആദം സാഹിബായിരുന്നു, തനാജി ആഫ്രിക്കയുടെ വലിയ ഇമാമായിരുന്നു. അദ്ദേഹം ആ പ്രദേശത്തെ 93 മുഷ്രിഖ് ഗ്രാമവാസികളെ മുസ്ലിങ്ങളാക്കിയിരുന്നു. ഒരു ദിവസം രാത്രി ആദം സാഹിബ് സ്വപ്നം കണ്ടു. അതിൽ അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നു, അഹമ്മദികളുടെ മാർഗമാണ് സത്യം, അതിനാൽ അവരുടെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ നീ ശ്രമിക്കുക. അതായത് അദ്ദേഹത്തിന്റെ മകൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ മുഅല്ലിമുമായി അദ്ദേഹം കണ്ടുമുട്ടി. അങ്ങനെ
के साथ മുഅല്ലിമുമായി അദ്ദേഹം തബ്ലീഗ് ചെയ്യുവാൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. में गए और उस गांव के लोग पहले मुशरिक ആ ഗ്രാമവാസികൾ മുമ്പ് മുശ്രിക്കീങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിലൂടെയാണ് അവർ മുസ്ലിങ്ങളായി മാറിയത്. അങ്ങനെ की उम्र उस वक्त ആ ഗ്രാമത്തിലെ ഇമാം 87 साल है। ഈ സമയം 87 വയസ്സായിരുന്നു. ആദം സാഹിബിന്റെ പിതാവിന്റെ സുഹൃത്തായിരുന്നു. से मिले तो उन्होंने कहा അദ്ദേഹവുമായി കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, ഞാൻ റേഡിയോയിലൂടെ ജമാഅത്തിന്റെ തബ്ലീഗ് കേട്ടത്. തീർച്ചയായും അഹമ്മദിയത്ത് സത്യത്തിന്റെ മാർഗമാണ്. उन्होंने आदम എന്നിട്ട് साहब को नसीहत ആദം തൻകാറ സാഹിബിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഒരുപാട് പരിശ്രമിക്കുക. അദ്ദേഹത്തിന്റെ പിതാവ് സ്വപ്നത്തിൽ പറഞ്ഞ അതേ വാക്കുകളാണ് ആ ഇമാമും അദ്ദേഹത്തോട് പറഞ്ഞത്. അതായത് പിതാവിന്റെ സുഹൃത്തിലൂടെയും ആ വാക്കുകൾ ഇദ്ദേഹത്തോട് ആവർത്തിക്കപ്പെട്ടു. इस रात उन्होंने ഇതിനാൽ അദ്ദേഹം തബ്ലീഗ് ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 3400 ബയ്യത്തുകൾ ഉണ്ടായി. പിന്നീട് മറ്റൊരു ഗ്രാമത്തിൽ एक और गांव സദറാല എന്ന പ്രദേശത്ത് തബ്ലീഗ് ചെയ്യുവാൻ പോയി. അവിടെ ജനങ്ങൾ ഒത്തുചേർന്നു. അവരെയും തബ്ലീഗ് ചെയ്തു. അല്പസമയത്തിന് ശേഷം ചിലർ എഴുന്നേറ്റ് പോയി. कुछ लोग उठकर गए और घर से അദ്ദേഹം വിചാരിച്ചിരുന്നത് അവിടെ അഹമ്മദികൾ ആരും തന്നെ ഇല്ല എന്നാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കുറച്ചുപേർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വീട്ടിൽ നിന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെയും എന്റെയും ഫോട്ടോകൾ കൊണ്ടുവന്നു. तस्वीरें लेकर കൂടാതെ കുറച്ച് ലഘുലേഖകളും കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറഞ്ഞു, उन्होंने बताया താങ്കൾ തബ്ലീഗ് ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വഫാത്തായ സഹോദരൻ പറഞ്ഞ അതേ ജമാഅത്താണെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, അവരുടെ ഒരു സഹോദരൻ कि एक भाई गौसो फोफाना ഗോസഫ് ഫുസാന സാഹിബ് ഖാനിയിൽ വെച്ച് അഹമ്മദിയത്ത് സ്വീകരിച്ചിരുന്നു. അദ്ദേഹം ബുക്കിനോ ഫാസോ പട്ടണത്തിൽ പിന്നീട് താമസം ആരംഭിച്ചു. फिर बाद में अब वहीं सेट हो गए 2010 അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നപ്പോൾ के लिए आए അദ്ദേഹത്തിന്റെ പക്കൽ ഈ ഫോട്ടോകളും പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് രോഗിയായി ഇവിടെ വെച്ച് വഫാത്താവുകയും ചെയ്തു. ഇന്ന് അള്ളാഹു अल्लाह ताला ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്ന ആ ജമാഅത്തിനെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനാൽ ഞങ്ങൾ മുഴുവനും ഗ്രാമവാസികളും ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ ദിവസം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 1000-ൽ പരം ജനങ്ങൾ ജമാഅത്തിൽ പ്രവേശിച്ചു. മാലി റീജിയണിലെ മുഅല്ലിം സാഹിബ് എഴുതുന്നു, मोहम्मद साहब लिखते हैं ഒരു ദിവസം ഞങ്ങളുടെ റീജിയണിലെ ഒരു അഹമ്മദി അബ്ദുസ്സലാം തറാവിയ സാഹിബ് തബ്ലീഗിനായി ഒരു ഗ്രാമത്തിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ പറഞ്ഞു, ഒരുപാട് നാളായി ഇവിടെ മഴ പെയ്യുന്നില്ല. बारिश नहीं हो रही നിങ്ങളുടെ ജമാഅത്ത് സത്യജമാഅത്താണെങ്കിൽ നിങ്ങൾ മഴ പെയ്യുന്നതിനായി ദുആ ചെയ്യുക. कि बारिश हो और अगर बारिश हो गई तो हम समझेंगे कि മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള സത്യജമാഅത്തിലാണെന്നും അള്ളാഹുവിന്റെ സഹായം നിങ്ങളോടൊപ്പമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അതിൽ ബഹുമാന്യ इस्लाम साहब ने नवाफिल അബ്ദുസലാം സാഹിബ് നഫൽ നമസ്കരിക്കുകയും കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്തു. അള്ളാഹുവെ, നിന്റെ നബിയുടെ बारिश नाजिल फरमा സത്യതയ്ക്കായി ഇന്ന് ഇവിടെ മഴ വർഷിച്ചാലും. वहीं मुकामी മാലിയിൽ വസിക്കുന്ന ഒരു പ്രാദേശിക മൂല്യമാണ് അദ്ദേഹം. അദ്ദേഹം उन्होंने दुआ की ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യതയ്ക്കുള്ള അടയാളത്തിനായി ദുആ ചെയ്തു. പറയുന്നു, ഈ ദുആക്ക് ശേഷം के बाद കാർമേഘം അവിടെ ഒത്തുചേരാൻ തുടങ്ങി. शुरू हुए എല്ലാ ഭാഗത്തും വെള്ളം നിറയുന്ന തരത്തിൽ അവിടെ മഴ വർഷിച്ചു. पानी जमा हो गया കുറച്ചു സമയത്തിന് ശേഷം देर बाद ജനങ്ങൾ അബ്ദുസ്സലാം സാഹിബിന്റെ സമീപത്ത് വന്നു. എന്നിട്ട് और बताया गया अब हमें पता लग ജമാഅത്ത് യഥാർത്ഥ സത്യജമാഅത്താണെന്നും അള്ളാഹുവിന്റെ ജമാഅത്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ മുഴുവൻ ഗ്രാമവാസികളും ജമാഅത്തിൽ ബയ്യത്ത് ചെയ്ത് പ്രവേശിച്ചു. गया देखें किस तरह अल्लाह ताला അള്ളാഹു എപ്രകാരമാണ് അടയാളം കാണിക്കുന്നതെന്ന് നോക്കുക. के ജനങ്ങൾ അടയാളം കാണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടല്ല, उन लोगों की അവരുടെ നന്മ നിറഞ്ഞ പ്രകൃതം കാരണം അള്ളാഹു ഹിദായത്ത് നൽകാൻ ആഗ്രഹിച്ചു. അങ്ങനെ അടയാളം വെളിവാക്കപ്പെട്ടു. നമ്മുടെ हमारे യൂസുഫ് എഡിസി സാഹിബ് साहब ഖാനിയിലെ മുബല്ലിഗാണ്. ലോക്കൽ മുബല്ലിഗ് വഫാത്തായി. वफात पा गए അദ്ദേഹം തന്റെ ഒരു സംഭവം എഴുതുകയുണ്ടായി. कि ഒരു സ്ഥലത്ത് एक मुकाम पर നമ്മുടെ ദായിലല്ല അബ്ദുള്ള സാഹിബ് साहब से അവിടെയുള്ള പ്രാദേശികവാസികൾ ലാംബുവ എന്ന സ്ഥലത്ത് एक जगह है തബ്ലീഗ് वहाँ के मुकामी लोगों ने അവസരത്തിൽ നമ്മുടെ ദായിലല്ലായോട് तबलीग के മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിൽ അദ്ദേഹം വിളംബരം ചെയ്തു. ऐलान കാരണം അദ്ദേഹം क्योंकि
ഇമാം മഹദിയുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടി തബ്ലീഗ് ചെയ്യുകയായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചു. രാത്രിയിൽ മഴ പെയ്തു. को बारिश होगी। അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അപ്പോൾ തന്നെ രാത്രി 1 മണിക്ക് കനത്ത മഴ വർഷിച്ചു. ഈ ദുആ സ്വീകാര്യതയുടെ അടയാളം കണ്ടുകൊണ്ട് शान को देखते हुए इस इलाके से एक बड़ी तादाद को कबूल अहमियत की तौफीक मिली। ആ പ്രദേശത്തുള്ള ഭാരിച്ച ജനസംഖ്യയ്ക്ക് ജമാഅത്ത് സ്വീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചു. എവറകോസ്റ്റിലെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു നവ അഹമ്മദി സ്ത്രീ फातिमा साहब ചില കാര്യങ്ങൾ പറയുന്നു. അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം അവർക്ക് യഥാർത്ഥ സമാധാനവും സംതൃപ്തിയും കൈവന്നിരിക്കും. അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിന്റെ പ്രകാശം നൽകി. ഇസ്ലാമിൽ പ്രവർത്തിക്കുവാൻ नहायत വളരെ അനായാസമായി सारी എല്ലാ അനാചാരങ്ങളും വിട്ടൊഴിഞ്ഞു. കാരണം അഹമ്മദിയത്തിന്റെ അധ്യാപനങ്ങൾ യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. അത് എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരിശുദ്ധമാണ്. അവർ പറയുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, മരണം വരെ അഹമ്മദിയത്തിൽ നിലയുറച്ചു നിൽക്കുന്നതാണ്. बस यह है हकीकत बैत की कि हकीकी इस्लामी तालीम को अपनाया जाए। सिर्फ मुंह से ഇതാണ് യഥാർത്ഥ ബയ്യത്ത്. യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനത്തെ സ്വായത്തമാക്കുക എന്നതാണ്. നാവ് കൊണ്ട് മാത്രം ബയ്യത്ത് ചെയ്യുക എന്നത് അഹമ്മദികളുടെ അന്തസ്സിന് ചേർന്നതല്ല. सही इस्लामी तालीम को अपने എല്ലാവിധ അനാചാരങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മിൽ പ്രാവർത്തികമാക്കുക. പുതിയ पुराने अहमदियों അഹമ്മദികളിൽ ഈ ഒരു ആത്മാവ് കൂടിയാണ് को चाहिए। അഹമ്മദിയത്ത് സ്വീകരിക്കുന്നത്. പഴയ അഹമ്മദികളിൽ ചില സമയം അലസതയുണ്ടാകുന്നു. എന്നാൽ ഈ ആത്മാവ് തന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിൽ നിലയുറക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നാളെ പുതുതായി വരുന്നവർ നിങ്ങളുടെ അധ്യാപകരായി മാറുന്നതാണ്. എവറികോസ്റ്റിലെ ഒരു നവ അഹമ്മദി സുഹൃത്ത് हमारे दोस्त ദുൽവാലി സാഹിബ് എഴുതുന്നു, साहब लिखते हैं ബയ്യത്ത് ചെയ്തതിനു ശേഷം बाद അദ്ദേഹത്തിന്റെ ആത്മീയതയിൽ പുരോഗതിയുണ്ടായി. तरक्की हुई നമസ്കാരത്തിൽ ഉണർവും ആവേശവും ലഭിക്കാൻ ആരംഭിച്ചു. लगा പ്രവർത്തന രീതിയിലും മേന്മ കൈവന്നു. അഹമ്മദിയത്താകുന്ന യഥാർത്ഥ ഇസ്ലാമിൽ പ്രവർത്തിക്കാൻ हो गया। വളരെ അനായാസമായി. और कहते हैं इसके अलावा പറയുന്നു, ഇതുകൂടാതെ അഹമ്മദിയത്തിന്റെ വിജ്ഞാനപ്രദമായ ലിഖിതങ്ങളിലൂടെ इल्म और इरफान में भी ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും പുരോഗതി കരസ്ഥമായി. लोग വിദൂരങ്ങളിൽ വസിക്കുന്നവർ അഹമ്മദിയത്ത് സ്വീകരിക്കുമ്പോൾ എന്തെല്ലാം വിധത്തിലാണ് മാറ്റങ്ങൾ കൈവരുന്നതെന്ന് നോക്കുക. पैदा हो रही हैं। പ്രവൃത്തികളിലും കാര്യമായ മാറ്റമുണ്ടാകുന്നു. അള്ളാഹുമായി ബന്ധമുണ്ടാകുന്നു. अल्लाह ताला से ताल्लुक पैदा हो रहा है। ഈ കാര്യങ്ങൾ ഓരോ അഹമ്മദിയും നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. कोशिश करनी चाहिए। മുബല്ലിഗ് ഇൻചാർജ് फिर मुबल्लिग इंचार्ज ഗിന കനാക്കരി എഴുതുന്നു, आखिरी लिखते हैं ഒരു സുഹൃത്ത് സിലാ സാഹിബ് തന്റെ ഗ്രാമത്തിൽ മസ്ജിദ് പണി കഴിപ്പിക്കുന്നതിനായി ജമാഅത്ത് അഹമ്മദിയയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി മിഷൻ ഹൌസിൽ വന്നു. പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജമാഅത്തിനെ പരിചയപ്പെടുത്തി. तारुफ करवाया, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞു. आमद के बारे में बताया। ഒരു സുദീർഘമായ സംസാരത്തിന് ശേഷം അദ്ദേഹം സന്തോഷം കൊണ്ട് പറഞ്ഞു, थे कहने നിങ്ങൾ എന്റെ കണ്ണുകളാണ് തുറന്നത്. പറഞ്ഞു, और कहा कि मेरी ख्वाहिश है നിങ്ങൾ എന്റെ ഗ്രാമത്തിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ സന്ദേശം എല്ലാവരും എത്തട്ടെ. അങ്ങനെ പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ട് उनके गांव गए। അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ചെന്നു. गांव और करीब के 5 गांव बैत करके അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുഴുവൻ ഗ്രാമവും ചുറ്റുപാടുമുള്ള 5 ഗ്രാമങ്ങളും ബയ്യത്ത് ചെയ്തുകൊണ്ട് ജമാഅത്തിൽ പ്രവേശിച്ചു. ഒരു സുഹൃത്ത് സിലാ സാഹിബ് പറയുന്നു, कि जब से मैंने എപ്പോൾ മുതലാണ് ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിൽ उस वक्त से मुझ में ചേർന്നത്, അപ്പോൾ മുതലേ എന്നിലൊരു ആത്മീയ പരിവർത്തനം ഉടലെടുത്തിരിക്കുന്നു. ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടേയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം തന്റെ 2 മക്കളെ വഖഫ് ചെയ്തു. അതിലൊരു കുട്ടി ജാമിയ അഹമ്മദിയ സിലാലോണിൽ ഈ വർഷം പ്രവേശിക്കുന്നതാണ്. മറ്റേ കുട്ടി അടുത്ത വർഷവും ഇൻഷാ അല്ലാഹ്. പറയുന്നു, എനിക്ക് ലഭിച്ച ഈ ആത്മീയ സംതൃപ്തിക്ക് വേണ്ടി വർഷങ്ങളായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബെനിൻ ടെൻഗോ റീജിയനിലെ മുബല്ലിഗ് എഴുതുന്നു, कि ഒരുപാട് നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കുമ്പോൾ तो वहाँ അവിടേക്ക് ഒരു ക്രിസ്ത്യൻ പാതിരി खूबसूरत मस्जिद വരികയുണ്ടായി. देखकर ഈ മനോഹരമായ പള്ളിയുടെ നിർമ്മാണം കണ്ടുകൊണ്ട് പ്രശംസിക്കുകയുണ്ടായി. ചോദിച്ചു, ഇത് ആരുടെ മസ്ജിദാണ്? അവിടെ ഉണ്ടായിരുന്ന മുഅല്ലിം ഇസ്ഹാഖ് സാഹിബ് പറഞ്ഞു, അഹമ്മദികളുടെ പള്ളിയാണ് നിർമ്മിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അഹമ്മദികളാണ്. सब अहमदी हैं। ക്രിസ്ത്യൻ പാതിരി പറഞ്ഞു, पादरी ने ഞാൻ कि मैं തവാലോ പട്ടണത്തിൽ ഒരു നീണ്ടകാലം താമസിച്ചിരുന്നു. അവിടെ അഹമ്മദികളുടെ തബ്ലീഗ് കേൾക്കാൻ അവസരം ലഭിച്ചിരുന്നു. मिला है ഇത്
സജ്ജനങ്ങളാണ്. നിങ്ങൾ യഥാർത്ഥ മതത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനെ ഉന്നതനിലയിൽ പിന്തുടരേണ്ടതാണ്. അതിൽ നമ്മുടെ മുഅല്ലിം സാഹിബ് ചോദിച്ചു, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് സത്യമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വീകരിക്കാത്തത്? അപ്പോൾ ആ പാതിരി പറഞ്ഞു, അഹമ്മദിയത്ത് തീർച്ചയായും സത്യമാണ്. നിങ്ങൾ ഈ ജമാഅത്തിൽ നിലനിൽക്കുക. ഞാൻ ചില നിർബന്ധിത സാഹചര്യം കൊണ്ടാണ് ഇതിൽ പ്രവേശിക്കാത്തത്. എന്നാൽ നിങ്ങൾ ശരിയാണ്. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ ചിലരുണ്ട്, അവർക്ക് ലോകത്തെ ഭയമില്ല, നിർബന്ധിതാവസ്ഥയില്ല. അങ്ങനെയുള്ളവരുടെ ഹൃദയവും അല്ലാഹു പിന്നീട് തുറക്കുന്നതാണ്. ഗോങ്കോയിലെ ഒരു ക്രിസ്ത്യൻ പാതിരി അഹമ്മദിയത്ത് സ്വീകരിച്ചു. അദ്ദേഹത്തിൽ പ്രത്യക്ഷമായ മാറ്റങ്ങൾ ഉണ്ടായി. പറയുന്നു, ഞാൻ വർഷം തോറും പാതിരിയായി ജോലി അനുഷ്ഠിച്ചു. ജനങ്ങൾക്ക് ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഹൃദയത്തിന് സമാധാനവും ദൈവിക സാമ്യം കരസ്ഥമാക്കുവാനുള്ള ഏതോ വികാരം ലഭിച്ചത് അഹമ്മദിയത്തിലൂടെയാണ്. ഇതിനു മുമ്പ് ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്റെ എല്ലാം അഹമ്മദിയത്താണ്. അൽ ജസായിരിലെ ഒരു സുഹൃത്ത് തന്റെ കുടുംബം അഹമ്മദിയത്തിൽ പ്രവേശിച്ച സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, മാതാവ് സ്വപ്നത്തിൽ കണ്ടു, ഒരു ഷേഖ് വീട്ടിൽ വന്നിരുന്നു. തന്റെ കുട്ടികൾക്ക് ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങൾ നൽകുന്നു. അതുമൂലം അവരുടെ വീട്ടിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ഇറക്കപ്പെട്ടു. ആ വ്യക്തിയോട് ബഹുമാനവും വീട്ടിലുള്ളവരിൽ അധികരിച്ചു. മാതാവ് എഴുതുന്നു, ഒരു ദിവസം തന്നെ മകൾ TV കാണുമ്പോൾ ചാനലുകൾ മാറ്റുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് MDL വന്നു നിന്നു. ആ സമയം എന്റെ ഫോട്ടോ ആണ് MDL വന്നുകൊണ്ടിരുന്നത്. ആ ചിത്രം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ അവർ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ കണ്ട വ്യക്തി ഇതാണ്. അതിനുശേഷം നിരന്തരം MDA അവർ കാണാൻ തുടങ്ങി. അതിലൂടെ കാലം കാത്തിരുന്ന ഇമാം മഹ്ദി അവതരിച്ചിരിക്കുന്നുവെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ നവംബർ 2013 ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ബയ്യത്ത് ചെയ്തതിനു ശേഷം എഴുതുന്നു, അഹമ്മദിയത്തിൽ പ്രവേശിച്ച കാരണത്താൽ എനിക്കുണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും സന്തോഷമായി പരിണമിച്ചു. മോശപ്പെട്ട ചുറ്റുപാട് കാരണം കുട്ടികളുടെ ശിക്ഷണകാര്യത്തിലുണ്ടായിരുന്ന ഭയം ജമാഅത്തിന്റെ അന്തരീക്ഷത്താൽ, ജമാഅത്തിന്റെ ശിക്ഷണത്താൽ ലഘൂകരിക്കപ്പെട്ടു. അതിനാൽ ജമാഅത്തിന്റെ ചുറ്റുപാടിലേക്ക് കുട്ടികളെ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. പുതുതായി വരുന്നവർ ഇതിൽ നിന്ന് പ്രയോജനം എടുക്കുന്നു. നമ്മളും പഴയ അഹമ്മദികളും ഓരോരുത്തരും ഇത് ഓർമ്മ വെക്കേണ്ടതാണ്. ജമാഅത്തിന്റെ ചുറ്റുപാടിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥ ശിക്ഷണം ലഭിക്കുക. നല്ല മാതൃക കാണിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ ശിക്ഷണം സാധ്യമാകുന്നത്. പ്രയാസം അകപ്പെട്ടുവെന്നും സന്തോഷമായി മാറിയെന്നും ഇവർ പറയുന്നു. കാരണം അവർ പ്രവൃത്തിയിലൂടെ സ്വയം പരിവർത്തനമുണ്ടാക്കാൻ ശ്രമിച്ചു. നമ്മുടെ കോങ്കോയിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, ട്യൂബ കോങ്കോ പട്ടണത്തിലെ കിൻസാക്കോട്ടായി താമസിക്കുന്ന അഹമ്മദി തൂത്തു സാഹിബ് സ്വപ്നം കണ്ടു. അതിൽ നമസ്കരിക്കുന്ന സ്ഥലം, അതായത് കിബിലയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവർ പഴയ കിബിലയെ അഭിമുഖീകരിച്ച് നമസ്കരിക്കും. എന്നാൽ അദ്ദേഹവും മറ്റു ചിലരും മറ്റൊരു കിബിലയിലേക്ക് അഭിമുഖീകരിച്ച് നമസ്കരിക്കുന്നു. ആ സ്വപ്നം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതിനുശേഷം പറയുന്നു, ഇവിടെ കഴിഞ്ഞ വർഷം ഏതോ രീതിയിൽ ജമാഅത്തിന്റെ ലഘുലേഖ അദ്ദേഹത്തിന് ലഭിച്ചു. അവിടെ നിന്നൊരു വ്യക്തി 260 കിലോമീറ്റർ യാത്ര ചെയ്ത് ജമാഅത്തിന്റെ സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സിൽ അവർക്ക് ലഭിച്ച ലഘുലേഖയുടെ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ വന്നു. അന്വേഷണത്തിന് ശേഷം അവിടെ തിരിച്ചു ചെന്നു. ഒരു മുഅല്ലിമും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അവിടേക്ക് അയച്ചിരുന്നു. അങ്ങനെ യഥാർത്ഥ ഇസ്ലാമി അധ്യാപനം മുഅല്ലിം സാഹിബ് അവർക്ക് നൽകിയപ്പോൾ അവർ അത് സ്വീകരിച്ചു. എന്നാൽ കുറച്ച് ആളുകൾ അത് സ്വീകരിച്ചില്ല. മുമ്പ് തന്നെ അവരോട് അദ്ദേഹം സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചുള്ള സൂചനയായിരുന്നു. അങ്ങനെ അതുമൂലവും കുറച്ചുപേരും കൂടി 17 ആളുകൾ അഹമ്മദ് സ്വീകരിച്ചു. പിന്നെ അവിടെ തബ്ലീഗ് ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
അവിടെ ഉണ്ടായിരുന്ന वहाँ के ഒരു മെഡിസിൻ വിദ്യാർത്ഥി एक तालिब इल्म ने അതേ ദിവസം कबूल करके मस्जिद के लिए अपना प्लॉट पेश कर दिया ജമാഅത്തിൽ പ്രവേശിക്കുകയും പള്ളിക്കായി തന്റെ സ്ഥലം നൽകുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബയ്യത്തുകൾ നടന്നു വരുന്നു. ഇവിടെ वहाँ जो കിബിലയ്ക്ക് किबला മാറ്റം സംഭവിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു. हर मुसलमान का वही കിബില എല്ലാ മുസ്ലിങ്ങളുടെയും അഹമ്മദികളുടെയും ആയാലും അനഹമ്മദികളുടെ ആയാലും ഒന്ന് തന്നെയാണ്. किबला नहीं അതിന് അർത്ഥം ഭൗതികമായ കിബിലയല്ല, बल्कि दिलों का किबला മുഖത്തിന്റെ മാത്രമല്ല ഹൃദയത്തിന്റെ കിബിലയെ മാറ്റേണ്ട ആവശ്യമാണുള്ളത്. की അള്ളാഹുവിനുള്ള ആരാധനയിലേക്ക് മാത്രമായി ശ്രദ്ധ തിരിയേണ്ട ആവശ്യമാണുള്ളത്. ഈ കാര്യമാണ് നാം എപ്പോഴും ഓർമ്മ വെക്കേണ്ടത്. കിബിലയിലേക്ക് മുഖം മാത്രം തിരിച്ചുകൊണ്ട് ഇബാദത്ത് പൂർത്തിയാകുകയില്ല, മറിച്ച് बल्कि दिल ഞാൻ എന്റെ മുഖം कि मैं കിബിലയിലേക്ക് തിരിക്കുന്നത് അള്ളാഹുവിനെ ആത്മാർത്ഥതയോടെ ആരാധിക്കുവാനാണ് എന്ന ചിന്തയോടുകൂടി ഹൃദയവും അതിലേക്ക് തിരിയേണ്ടതാണ്. അതോടൊപ്പം ഏകദൈവത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനും ശ്രമിക്കേണ്ടതാണ്. फिर മുബല്ലിഗ് ഇൻചാർജ് चार्ज ഗുനാകരി എഴുതുന്നു, ഗുനാക്കരി नाकरी कैपिटल से दो തലസ്ഥാനത്ത് നിന്ന് 200 കിലോമീറ്റർ ദൂരത്ത് ടോമിയോയാവി എന്ന വലിയ ഗ്രാമമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന കാരണത്താൽ सारा गांव മുഴുവൻ ഗ്രാമവും सारा गांव കൂടാതെ മറ്റു ചില ഗ്രാമവാസികളും അഹമ്മദികളായി. ഇത്രയും വലിയ ഗ്രാമത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചിന്തിച്ചിരുന്നത് कि यहाँ बाकायदा जमात का क़याम किया जाए ഒരു സംഘടിത ജമാഅത്ത് സ്ഥാപിക്കുമെന്നത് ഉചിതമാണെന്ന് ഞങ്ങൾ ചിന്തിച്ചു. तो अहबाब जमात ജമാഅത്ത് സ്ഥാപിക്കാൻ അവിടെ എത്തിയപ്പോൾ അവർ ഞങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നുവെന്ന് മനസ്സിലായി. മുമ്പ് തന്നെ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ച അവിടുത്തെ ജാമിയ മസ്ജിദിന്റെ ഇമാമുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ജമാഅത്ത് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ ഗ്രാമത്തിലെ ചീഫ് പറഞ്ഞു, ഞങ്ങളുടെ ധനവും സമ്പത്തും എല്ലാം ഹാജരാണ്. ഇവിടെ വലിയ മസ്ജിദും നിങ്ങളുടേതാണ് എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഗ്രാമവും നിങ്ങളുടേതാണ്. പറഞ്ഞു, ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. ജീവിതത്തിൽ തന്നെ हकीकी इस्लाम को समझकर हमने അഹമ്മദ് അഥവാ യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് हमने അമൂല്യമായ ദൈവ സാമീപ്യം കരസ്ഥമാക്കിയിരിക്കുന്നു. जो इंतहाई कीमती है ഞങ്ങളുടെ കണ്ണ് തുറന്ന കാരണത്താൽ യഥാർത്ഥ ഇസ്ലാമിന്റെ മുഖം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. കോങ്കോ അമീർ സാഹിബ് के अमीर साहब भी लिखते हैं എഴുതുന്നു, വിദൂര സ്ഥലമായ ലഞ്ചോത്തോയിൽ ജമാഅത്തിന്റെ സന്ദേശം ഒരു ലഘുലേഖയുടെ രൂപത്തിലാണ് എത്തിയത്. उन लोगों ने पम्फलेट पर दिए गए ईमेल അവർ ലഘുലേഖയിലുള്ള ഇമെയിലിലൂടെയും चुनाचे लोकल ഫാക്സിലൂടെയും ജമാഅത്തുമായി ബന്ധപ്പെട്ടു. पास भिजवाया അങ്ങനെ പ്രാദേശിക മുബല്ലിഗ് മുസ്തഫ മഹ്മൂദ് സാഹിബിനെ അവരുടെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം അവിടെ 3 ദിവസം താമസിച്ചുകൊണ്ട് ജമാഅത്തിന് സന്ദേശം എത്തിച്ചു. ഉന്നത പദവിയിലുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി ജമാഅത്തിന് സന്ദേശം അറിയിച്ചു. സുന്നി മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുമായി വിവിധ ദിവസങ്ങളിൽ ചോദ്യോത്തര സദസ്സുകൾ സംഘടിപ്പിച്ചു. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ ജമാഅത്ത് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. 60-ൽ കൂടുതൽ ആളുകൾ ജമാഅത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ ജമാഅത്തിന്റെ ആത്മാർത്ഥതയുടെ നിലവാരം എത്ര കണ്ട് ഉയർന്നുവെന്നാൽ അവിടെയുള്ള ഒരു വ്യക്തി के एक फर्द അദ്ദേഹം जून 2014 14 में ये जून 2014 में जलसे के ജലസയ്ക്ക് വേണ്ടി വന്നു. लिए आए और 600 किलोमीटर का सफर तय करके ये किश्ती के 600 किलोमीटर 600 കിലോമീറ്റർ നീണ്ട യാത്ര അദ്ദേഹം ചെയ്തു കൊണ്ടാണ് പങ്കെടുത്തത്. वाले ഇവിടെ താമസിക്കുന്നവർക്കും യൂറോപ്പിൽ താമസിക്കുന്നവർക്കും വികസിത രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും 600 കിലോമീറ്റർ യാത്രയെ വിലയിരുത്താൻ സാധിക്കില്ല. ചിലപ്പോൾ ഈ ദൂരം 6 മണിക്കൂർ കൊണ്ട് താണ്ടിയിരിക്കുമെന്ന് പറയാം. ना हो വഴികൾ ശരിയല്ലാത്തിടത്ത് അത് വളരെ പ്രയാസകരമാണ്. സവാരി ലഭിക്കാത്തിടത്തും. बल्कि यहाँ ഇത് മാത്രമല്ല, കോങ്കോയിൽ कोंगो में तो നദികളുടെ दरियाओं की ആധിക്യം കാരണത്താൽ വിവിധ സ്ഥലങ്ങളിൽ വഴികൾ തന്നെയുമില്ല. അതിനാൽ അവർക്ക് തോണിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. तो 300 300 കിലോമീറ്റർ യാത്ര അദ്ദേഹം തോണിയിലാണ് ചെയ്തത്. ബാക്കി 300 കിലോമീറ്റർ बाकी 300 കരയിലൂടെയായിരുന്നു. का सफर खुशकी का जो था അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റിനുള്ള പൈസയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കണ്ടു. उससे इन्होंने साइकिल उधारी ली ഒരു സൈക്കിൾ അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങി. ഒരു പൊട്ടിപ്പൊളിഞ്ഞ സൈക്കിള്. तकलीफ से सफर इन्होंने किया जिसका तस्वर भी यूरोप में रहने वाले വളരെ ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു. യൂറോപ്പിൽ താമസിക്കുന്നവരുടെ ചിന്തകൾക്ക് അതീതമാണത്. ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയേക്കാം. പറയുന്നു, की हालत देखी जाए മുബല്ലിഗ് तो यकीन करना मुश्किल है कि किस तरह टूटी फूटी
साइकिल पर इतना लंबा ആ സൈക്കിളിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് പറയുന്നു, ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ സൈക്കിളിൽ യാത്ര ചെയ്താണ് അദ്ദേഹം വന്നതെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം പൊട്ടിപ്പൊളിഞ്ഞ സൈക്കിളിലാണ് അദ്ദേഹം ഇത്ര ദൂരം യാത്ര ചെയ്തത്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. നവാഹമ്മദികളുടെ വിശ്വാസത്തിന് ഇത്രമാത്രം പുരോഗതി നൽകിയിരിക്കുന്നു. നമ്മുടെ മുബല്ലിഗ് നൂമിയിൽ നിന്ന് എഴുതുന്നു, തെക്കൻ മേഖലയിൽ കഴിഞ്ഞ വർഷം ഗ്രാമവാസികളെ തബ്ലീഗ് ചെയ്തു. അതുമൂലം അവർ ജമാഅത്തിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. कबूल करना चाहा। എന്നാൽ സൗദി അറേബ്യയിൽ നിന്ന് പഠിച്ചു വന്ന ഒരു അനഹമ്മദി ഇമാമ് ആ പ്രദേശത്ത് വലിയ പ്രശസ്തനായിരുന്നു. बड़ी शोहरत रखते അയാൾ ജനങ്ങളോട് ജമാഅത്തിനെതിരായി സംസാരിച്ചു. जमात के खिलाफ അതുമൂലം ഗ്രാമവാസികൾ പിന്നീട് ബയ്യത്ത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നു. लोगों ने बैत करने से इनकार कर दिया। പറയുന്നു, ജലസ സലാമയുടെ അവസരത്തിൽ പരിപാടി കാണാൻ അവരെ ക്ഷണിച്ചു. भी जलसे में शमूलियत की दावत, അവരോടൊപ്പം ജലസയിൽ जलसा सालाना में शामिल हुए ये इमाम साहब। അയാൾക്കും പങ്കുചേരാൻ ക്ഷണം നൽകി. അങ്ങനെ ജലസയിൽ അവർ പങ്കെടുത്തു. ഇമാം സാഹിബ് ജലസയുടെ പരിപാടികൾ കണ്ടുകൊണ്ടേയിരുന്നു. ജലസയുടെ രണ്ടാമത്തെ ദിവസം രാത്രി തന്റെ പ്രദേശത്തെ കുറച്ച് ആളുകളുമായി ഈ മുബല്ലിഗിന്റെ അടുത്ത് വന്നു. എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ജമാഅത്ത് അഹമ്മദിയ സത്യമാണ്. ഞാൻ ഇനി ഒരിക്കലും ജമാഅത്തിനെ എതിർക്കുകയില്ല. ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബയ്യത്ത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയും ചിലരുണ്ട്. തൽ സ്വഭാവത്തിനും തൽ പ്രകൃതത്തിനും ഉടമയായ പണ്ഡിതന്മാർ. ജനങ്ങളുടെ വിശ്വാസത്തെ വികൃതമാക്കുന്നവർ മാത്രമല്ല ഉള്ളത്. लोगों को ईमानों को बिगाड़ने वाले हों। നമ്മുടെ ഇറ്റലിയിലെ ഹാഫിസ് മുഹമ്മദ് സാഹിബ് കബാബീറിൽ നിന്ന് ലൈവായി MDAയിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടി जो MTA पर കണ്ടുകൊണ്ട് പറയുന്നു, कहने लगे कि मैं अरसा 6 माह से अपने दिल में बैत कर चुका हूँ। उसको देखने के बाद ഞാൻ 6 മാസമായി മനസ്സിൽ ബയ്യത്ത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു ഇതിന് സാക്ഷിയാണ്. എന്നാൽ ഇതുവരെ ഫോറം പൂരിപ്പിച്ചയക്കാൻ സാധിച്ചില്ല. ഞാൻ ഏകനായാണ് താമസിക്കുന്നത്. എനിക്കുണ്ടായ സന്തോഷത്തിന് യാതൊരു പരിധിയുമില്ല. ഞാൻ സത്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇമാം മഹദിയുടെ സത്യസാക്ഷ്യത്തിന് ഞാൻ സ്വയം ഒരു തെളിവാണ്. അതിപ്രകാരമാണ് 2008 ആദ്യമായി ഞാൻ MDA കണ്ടു. अचानक मैंने അതിൽ നാസിക് മൻസൂഖിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളെ സംബന്ധിച്ചൊന്നും തന്നെ മനസ്സിലായില്ല. എന്നാൽ कुछ भी मालूम न था। പരിപാടി നല്ലതായി തോന്നി, കണ്ടുകൊണ്ടേയിരുന്നു. അതിനുശേഷം ജിന്നുകളുടെ യാഥാർത്ഥ്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് അലിബാവുൽ മുബാഷിറ പരിപാടി കണ്ടു. ആ പരിപാടിയിലൂടെ ഞാൻ ജമാഅത്തിന്റെ സത്യതയെ മനസ്സിലാക്കി. ഈ രീതിയിൽ തുടർന്നുകൊണ്ടിരുന്നു. कर लिया और फिर ये सिलसिला चलता रहा और उसके बाद उन्होंने ഇതിനുശേഷം അദ്ദേഹം 2013 പറയുന്നു, 6 മാസം മുമ്പ് 2013 2013 में इन्होंने हज़रत मसीह की सलीबी मौत से ഹദരത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ प्रोग्राम देखकर സലീബി മോത്തിൽ നിന്നുള്ള രക്ഷയും വഫാത്തിനെ സംബന്ധിച്ചുള്ള പരിപാടി കണ്ടതിന് ശേഷം എനിക്ക് തൃപ്തി കൈവന്നു. ബയ്യത്ത് ചെയ്യാതെ നിലനിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ കത്തിലൂടെ ഞാൻ എന്റെ ബയ്യത്തിന് വിളംബരം ചെയ്യുകയാണ്. हकीम साहब कहते हैं मैं 90 की दिहाई में അൽ ജസായിരിലെ അബ്ദുൽ ഹക്കീം സാഹിബ് പറയുന്നു, ഞാൻ 90കളിലെ കാലഘട്ടത്തിൽ സിവിൽ ഡിവിഷൻ ഫോഴ്സിൽ അംഗമായിരുന്നു. കാരണം രാജ്യത്ത് മതപരമായ ജമാഅത്തുകൾ ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളെ കൊല ചെയ്ത് സമ്പത്ത് കൊള്ളയടിക്കുന്നു. ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം ചെയ്യുന്ന ആളുകളുടെ രീതി ഇതാണ്. പറയുന്നു, हमारा काम इन लोगों से ഞങ്ങളുടെ ജോലി ജനങ്ങളുടെ സമ്പത്ത് ഇങ്ങനെയുള്ളവരിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു. दूर थे मगर दुआ किया ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് വളരെ വിദൂരപ്പെട്ടിരുന്നു. എന്നാലും അള്ളാഹുവെ ഈ അവസരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു. हैरत होती थी എനിക്ക് വളരെയധികം അത്ഭുതം തോന്നാറുണ്ടായിരുന്നു. दूसरे मुसलमान को कत्ल करने का सोच भी कैसे सकता है और वो भी ഒരു മുസ്ലിമിൽ മറ്റൊരു മുസ്ലിമിനെ വധിക്കാനുള്ള ചിന്ത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? इमाम मेहदी जब അതും ഇസ്ലാമിന്റെയും ജിഹാദിന്റെയും പേരിൽ. ഇമാം മഹദി വരുന്നതായാൽ അദ്ദേഹവും ഇങ്ങനെ വധിക്കാനുള്ള കൽപ്പനയാണോ നൽകുക? कुफर के फतों के बावजूद മുസ്ലിങ്ങൾ തങ്ങളുടെ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും കുഫറിന്റെ ഫത്വകളും കാരണത്താൽ അദ്ദേഹത്തിന്റെ കൈകളിൽ എങ്ങനെയാണ് ഒത്തുചേരുക? പറയുന്നു, अब्बास എന്റെ പഴയ ഒരു സ്നേഹിതൻ അബ്ബാസ് സാഹിബ് അപ്പോൾ അഹമ്മദിയായിരുന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ഒരു ദിവസം തമ്മിൽ കണ്ടപ്പോൾ വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം ഞാൻ മുമ്പ് ഒരിക്കലും തന്നെ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ എന്നോട് പറയുകയുണ്ടായി. അത് ബുദ്ധിക്ക് സ്വീകാര്യോഗ്യമായിരുന്നു. ഹൃദയം അത് കേട്ട് തൃപ്തി കൈവരിച്ചു. उन्होंने बताया അദ്ദേഹം പറഞ്ഞു, कि अल्लाह ताला അള്ളാഹു താല ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇമാം മഹദിയെ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് പേനയുടെയും അറിവിന്റെയും ശക്തി നൽകിക്കൊണ്ടാണ് അള്ളാഹു അയച്ചത്. അതിലൂടെ അദ്ദേഹം വലിയ വലിയ പാതിരിമാരെയും പരാജയപ്പെടുത്തുകയുണ്ടായി.
ഇപ്പോൾ ജമാഅത്ത് ഇവിടെയും സ്ഥാപിതമായിരിക്കുന്നു. ഇത് കേട്ടതിന് ശേഷം അള്ളാഹു എന്റെ ദുആ സ്വീകരിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഞാൻ ബയ്യത്ത് ഫോറം പൂരിപ്പിച്ച് ഈ പ്രിയ ജമാഅത്തിൽ അംഗമായി. प्यारी जमात में शामिल हो गया। ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഒരു ഇരുണ്ട രാത്രിയിൽ ഞാനൊരു മൈതാനത്തിലൂടെ നടക്കുകയാണ്. പിന്നീട് ഒരു സാത്വികനെ കാണുന്നു. അദ്ദേഹം എന്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്നു. ഞങ്ങൾ സമുദ്രതീരത്തെത്തിയപ്പോൾ ഒരു വ്യക്തി തോണിയുമായി നിൽക്കുന്നത് കണ്ടു. ഞങ്ങളെയാണ് കാത്തു നിൽക്കുന്നതെന്ന് തോന്നി. ऐसे लगता है हमारा ही इंतजार कर रहे हो, ഞങ്ങൾ മൂവരും അതിൽ യാത്ര തുടർന്നു. सवार हो जाते हैं ഇവർ ആരാണെന്ന് ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. कि ये कौन लोग। എന്നെ ഇവിടെ കൊണ്ടുവന്ന ആ മഹാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ उन्होंने कहा कि मैं റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. सल्लल्लाहु अलैहि वसल्लम, ഇത് ഇമാം മഹദി ये इमाम मेहदी और സി മൗദുമായ മിർസ ഗുലാം മുഹമ്മദാണ്. അങ്ങനെ ഈ തോണി चलते चलते ഒരു വലിയ നൗകയുടെ അടുത്തെത്തി. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ഈ നൗകയിൽ യാത്ര ചെയ്യുക, सवार हो जाओ, അതിലുള്ള യാത്രക്കാരോടൊപ്പം ചേരുക. सवारों के साथ जाम അവർ നിന്റെ യഥാർത്ഥ വീട്ടുകാരാണ്. हकीकी अहले खाना है। फिर ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകൾ ചിലരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നു. असर डालता है। മറാക്കഷിലെ അബ്ദുൽ അസീസ് സാഹിബ് പറയുന്നു, ഞാൻ कहते हैं मैं ജോഗ്രഫി ചരിത്രത്തിന്റെ അധ്യാപകനാണ്. അള്ളാഹു എനിക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. तुमसे नवाजा है, എനിക്ക് ഉയർച്ചയുണ്ടായി, വീടുണ്ട്. എന്നാൽ ശാരീരിക തിന്മകളിൽ ഞാൻ അകപ്പെട്ടിരുന്നു. पड़ा रहा തിന്മകളിൽ വീണുകൊണ്ടേയിരുന്നു. हूं, मैं गिरता गया, എന്നാൽ അള്ളാഹു വയ്യത്ത് ചെയ്യാനുള്ള അവസരം നൽകി. बैत की तौफीक ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. इस्लाम की कुतुब का मुतालिया शुरू किया എന്റെ മുറിവുകൾക്കുള്ള ഔഷധമായി എനിക്കത് അനുഭവപ്പെട്ടു. और मेरी रूह का ഇത് എന്റെ ആത്മാവിനുള്ള ചികിത്സയാണ്. की फिक्र पैदा അങ്ങനെ എന്റെ നെഫ്സിന്റെ സംസ്കരണത്തിലേക്ക് എനിക്ക് ശ്രദ്ധ പോയി. ഹുസൂറിന്റെ സമക്ഷം ഇത് സംബന്ധമായി എഴുതണമെന്ന് തോന്നി. അങ്ങനെ അള്ളാഹു തൻ എന്നെ സത്യസന്ധരിൽ में लिख लिया। എഴുതപ്പെടട്ടെ. फिर जापान से ജപ്പാനിലെ സദർ ജമാഅത്ത് എഴുതുന്നു, ജമാഅത്തിലുണ്ടായ ഷഹാദത്തുകൾ മുഖേന शातें होती എപ്രകാരമാണ് അള്ളാഹു തൻ അതിൽ സഹായവും പിന്തുണയും നൽകുന്നതെന്ന് നോക്കുക. പറയുന്നു, कहते हैं ഷേഖ്പുരയിൽ जो शहीद ഷേഖ് ഖലീൽ मसाइब അഹമ്മദ് സാഹിബ് ഷഹീദാകുകയുണ്ടായി. ഞാൻ അതിനെ സംബന്ധിച്ച് ഖുതുബയിൽ പറഞ്ഞപ്പോൾ तो एक जापानी അദ്ദേഹത്തിന്റെ ഒരു ജപ്പാനീസ് സുഹൃത്ത് 6 मास से ജമാഅത്തുമായി 6 മാസത്തെ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തെ തബ്ലീഗ് ചെയ്തുകൊണ്ടേയിരുന്നു. का फोन आया ഞാൻ അഹമ്മദിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് तो मैंने उन्हें അദ്ദേഹത്തിന് ഫോൺ വന്നു. कार्रवाई हुई ഞാൻ അദ്ദേഹത്തെ പള്ളിയിലേക്ക് ക്ഷണിച്ചു. ബയ്യത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ये അദ്ദേഹം ഷഹാദത്ത് സംഭവം കേട്ട് അതിനുശേഷമാണ് ബയ്യത്ത് ചെയ്തത്. उसके बाद बैत की അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ फजल से ധനത്യാഗത്തിലും അദ്ദേഹം ഭാഗവാക്കാണ്. യാദഗിരിയിലെ അമീർ സാഹിബ് ജില്ല എഴുതുന്നു, जिला लिखते हैं कि शहर या യാദഗിർ പട്ടണത്തിലെ ഒരു യുവാവ് മഞ്ജുനാഥ് ഹിന്ദുവായിരുന്നു. हिंदू मजहब से था। वो BSc അദ്ദേഹം BSc വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയായിരുന്നു. हमारे അദ്ദേഹത്തോടൊപ്പം ഒരു അഹമ്മദിയും പഠിച്ചിരുന്നു. इनको नोट्स ഇദ്ദേഹത്തിന് പഠന സംബന്ധമായ നോട്ട്ബുക്കിന്റെ ആവശ്യം നേരിട്ടു. അദ്ദേഹം നമ്മുടെ ഖാദിമിന്റെ നോട്ട്ബുക്ക് വാങ്ങി. അതിൽ ഇൻസാനിയത്ത് സിന്ദാബാദ്, സ്നേഹം എല്ലാവരോടും, ആരോടുമില്ല വെറുപ്പ് എന്നിവ എഴുതിയിരുന്നു. ഇത് വായിച്ച അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് സ്വാധീനമുണ്ടായി. കാരണം ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം ദുഷ്പ്രവൃത്തികൾ വ്യാപിച്ചിരുന്നിട്ടും ഇതിലും ഉത്തമ സന്ദേശം മറ്റൊന്നും ഉണ്ടാകുകയില്ല. उनके दिल पर बहुत गहरा असर ഈ മുദ്രാവാക്യം और मजीद मालूमात के लिए അദ്ദേഹത്തിന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. अहमियत के बारे കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഖാദമിനോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. ജമാഅത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിന് നൽകി. ആഴത്തിലുള്ള വായനയ്ക്ക് ശേഷം ജമാഅത്ത് അഹമ്മദിയ സുസംഘടിതമായ ഒരു സത്യജമാഅത്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ സമാധാന സ്ഥാപനത്തിനും മനുഷ്യ സേവനത്തിനുമായി വളരെയധികം പ്രയത്നിക്കുന്നവരാണ്. ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ആശ്വാസം കൈവന്നു. അങ്ങനെ അദ്ദേഹം മാർച്ച് 2014 ബയ്യത്ത് ചെയ്തു. അഹമ്മദികളുടെ മുദ്രാവാക്യം മാത്രമല്ല, അവിടെ പ്രവൃത്തിയും അതുപോലെയായിരിക്കണം. ऐसी होनी चाहिए। കാരണം ഇതും തബ്ലീഗിനുള്ള മാർഗമാണ്. ഞാൻ മുമ്പും ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ इसलिए നമ്മുടെ അധ്യാപനങ്ങൾ പറയുക മാത്രം ചെയ്താൽ സ്വാധീനമുണ്ടാകുന്നതല്ല. എന്നാൽ യഥാർത്ഥ നിലയിൽ പ്രവൃത്തിയും ജനങ്ങൾ കാണുമ്പോൾ ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഇക്കാര്യത്തിൽ അഹമ്മദികൾക്കുള്ളത്. मिस्र से एक മിസ്രയിലെ സുഹൃത്ത് മുഹമ്മദ് സാഹിബ് എഴുതുന്നു, कसम खुदा की അള്ളാഹുവാണ് സത്യം, आप लोग हक पर हैं അള്ളാഹുവാണ് സത്യം, നിങ്ങൾ സത്യത്തിലാണ്. की पैरवी करने लग जाए। अल्हम्दुलिल्लाह
अल्हम्दुलिल्लाह कि हमारे वालिद साहब ने बैत की। മുഴുവൻ ലോകവും നിങ്ങളെ പിൻപറ്റാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ അൽഹംദുലില്ല ഞങ്ങളുടെ പിതാവ് ബയ്യത്ത് ചെയ്തു, അതിനുശേഷം സഹോദരൻ, അതിനുശേഷം മാതാവ്, അതിനുശേഷം ഞാൻ, അതിനുശേഷം പിതാവിന്റെ ഒരു ബന്ധുവും ബയ്യത്ത് ചെയ്തു. बोस्निया ബോസ്നിയയിലെ ഒരു മുബല്ലിഗ് എഴുതുന്നു, के जो കഴിഞ്ഞ വർഷം ഞാൻ पिछले साल मैंने കർമ്മ സംസ്കരണത്തെ സംബന്ധിച്ച് ഖുതുബ നൽകിയിരുന്നു. അതിന്റെ ഫലമായി बीजे में പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവരുടെ ഹാജർ നില വളരെയധികം അധികരിച്ചിട്ടുണ്ട്. കാരണം ഈ രാജ്യത്ത് മഞ്ഞുവീഴ്ച കാരണം വലിയ തണുപ്പാണുള്ളത്. होती है ചില പുതിയ അഹമ്മദികൾ വളരെ ദൂരത്ത് നിന്ന് दूर से 40-40 मील से सफर करके आते हैं। 40 മൈലുകൾ യാത്ര ചെയ്താണ് വരുന്നത്. 10 അല്ല, से सफर करके आते 10 കിലോമീറ്റർ യാത്ര ചെയ്താണ് വരുന്നത്. हैं होने की वजह से അവരുടെ പ്രദേശം പർവ്വത മേഖലയായതിനാൽ യാത്രയും വളരെ ദുഷ്കരമാണ്. എന്നാൽ നമസ്കാരത്തിൽ വരികയും സുഹൃത്തുക്കളെ കൂടെ കൂട്ടുകയും ചെയ്തിരുന്നു. दुनिया से മെസഡോണിയയിൽ നിന്ന് ഒരു അഹമ്മദി സുഹൃത്ത് എഴുതുന്നു, എന്റെ ഭാര്യയുടെ പേര് तब्दीलियां भी अहमदियत में शामिल होने से നമ്മിലെ പരിവർത്തനവും അഹമ്മദിയത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നത് എങ്ങനെയാണ് നോക്കുക. कभी एहसास नहीं करना। ഒന്നാമതായി നമസ്കാരത്തിലേക്കുള്ള ശ്രദ്ധ, ബുദ്ധിമുട്ടും പ്രയാസത്തിലും ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക, और मिसाल देता हूँ, कहते हैं कि मेरी മസ്ജിദുകളെ ജനനിബിഡമാക്കുക. മറ്റൊരു ഉദാഹരണം സംബന്ധമായി നൽകുകയാണ്. എന്റെ ഭാര്യയുടെ പേര് റിസ എന്നാണ്. इससे पहले वो पर्दा नहीं ജലസ സലാന ജർമ്മനിയിൽ പങ്കെടുത്തു. അതിനു മുമ്പ് तो അവർ പർദ്ദ ധരിക്കുമായിരുന്നില്ല. എഴുതുന്നു, कि जब लज ഞാൻ താങ്കളോട് വളരെ നന്ദിയുള്ളവനാണ്. ലജനകളിലെ പ്രസംഗം കേട്ടു. उन्होंने हिजाब അവർ शुरू कर दिया। ഉടൻ ഹിജാബ് ധരിക്കാൻ തുടങ്ങി. ഇപ്പോൾ പർദ്ദ ധരിക്കുന്നു. അഹമ്മദിയത്തിൽ സുസ്ഥിരത നേടിയിരിക്കുന്നു. और अल्लाह ताला के फजल से ईमान में भी तरक्की പുതിയ വരുന്നവരും आने वालियां या ऐसी जो ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് അകന്നുപോയവരുമായ സ്ത്രീകൾ वो भी അഹമ്മദിയത്ത് സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ तो अल्लाह का ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങൾ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നു. को अपनाने അതിനാൽ നമ്മുടെ പെൺകുട്ടികളും इसलिए हमारे बच्चियों को യുവതികളും ഇതിലേക്ക് ശ്രദ്ധ को भी ഉണ്ടായിരിക്കേണ്ടതാണ്. चाहिए ഇസ്ലാമിക അടയാളങ്ങളാണ്. शियार हैं, उनकी पाबंदी करें। അതിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുക. हुक्म दिया അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അത് നിർബന്ധമാണ്. അങ്ങനെയുള്ള കൽപ്പനകൾ ഒന്നാണ് പർദ്ദ. എന്തായാലും ഇത് ഒരുപാട് സംഭവങ്ങളിൽ നിന്നുള്ള ചിലതാണ്. ये उन बेशुमार वाकयात में से ഞാൻ റിപ്പോർട്ടുകളിൽ ഇത് സംബന്ധമായി പറയാറുണ്ട്. रिपोर्ट्स में देखता हूँ എങ്ങനെയെല്ലാം അള്ളാഹു താല തന്റെ അടയാളങ്ങൾ കാണിക്കുന്നു, अपने निशाना എങ്ങനെയെല്ലാം ജനങ്ങൾക്ക് സ്വപ്നങ്ങൾ മുഖേന लोगों അവൻ വഴികാട്ടുന്നു. ख्वाबों के जरिए रहनुमाई फरमा रहा है। किस तरह എതിർപ്പും मुखालफतें ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിലേക്ക് भी हज़रत मसीह സൽപ്രകൃതക്കാരുടെ ശ്രദ്ധയെ തിരിക്കുന്നു. नेक फितरत लोगों के दिल फेर रही हैं। ക്രിസ്ത്യൻ പാതിരി പോലും पादरी भी इस्लाम की हकानियत का एतराफ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ किस तरह इल्म और इरफान പ്രഭാവിതനാകുന്നത് പ്രകാരമാണ്. में मसीह मौत को मानकर लोग तरक्की कर रहे हैं। किस तरह अपनी अमली हालतों की बेहतर എങ്ങനെയെല്ലാമാണ് ജനങ്ങൾ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചത് മൂലം അറിവിലും വിജ്ഞാനത്തിലും പുരോഗതി നേടുന്നത്. क्या ये सब बातें किसी इंसान की कोशिशों का नतीजा हैं? नहीं, बल्कि എങ്ങനെയെല്ലാമാണ് തങ്ങളുടെ പ്രവർത്തന രീതിയിലൂടെ ഉന്നത मसीह मौद इस्लाम के നിലയിലേക്ക് ശ്രദ്ധ തിരിയുന്നത് നോക്കുക. ഇക്കാര്യങ്ങളെല്ലാം ഏതെങ്കിലും മനുഷ്യന്റെ പരിശ്രമ ഫലമാണോ? ഒരിക്കലുമല്ല. തീർച്ചയായും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യത हज़रत सल्लल्लाहु अलैहि वसल्लम അള്ളാഹുവിന്റെ സഹായത്തിന്റെയും പിന്തുണയുടെയും नाम आया ഗ്രാഹ്യം നമുക്ക് നൽകുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള അടയാളമാണ്. हज़रत सल्लल्लाहु अलैहि वसल्लम के लाए हुए നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനപ്രകാരം അവസാന കാലഘട്ടത്തിൽ വന്ന ഇമാം അദ്ദേഹത്തിന്റെ സത്യത സ്ഥാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന്റെ മഹിമയാണ് വിളംബരം ചെയ്യുന്നത്. पता देकर അള്ളാഹു സത്യമതത്തിനെ അന്വേഷിക്കുന്നവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് ഇന്നും അവന്റെ അറിവും പരിജ്ഞാനവും പ്രദാനം ചെയ്യുന്നു. ജനങ്ങൾ പറയുന്നു, ദൈവം എവിടെയാണ്? ദൈവം ഉണ്ടോ അതോ ഇല്ലയോ? नेक लोग हैं, नेक നന്മയുള്ളവർ, സൽപ്രകൃതർ അവർ കാണിക്കും അള്ളാഹു ഉണ്ടെന്ന്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം जो हज़रत सल्लल्लाहु अलैहि वसल्लम की पेशगोई മിന്റെ പ്രവചനത്തിൽ का മുസ്ലിങ്ങളായിരുന്നിട്ട് കൂടി വിളംബരം ചെയ്യുമ്പോഴും അവർ വിശ്വസിക്കുന്നില്ല. നാമധാരികളായ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കുടുങ്ങി സത്യത്തെ സ്വീകരിക്കുന്നതിന് പകരം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു മതരഹിതന്, ഒരു ഹിന്ദുവിന് ഈ പുലരുന്ന അടയാളങ്ങൾ ഇസ്ലാമിന്റെ कि ये निशाना സത്യതയ്ക്കുള്ളതും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനും ആണ് എന്നതിനുള്ള അടയാളമാണെന്ന് മനസ്സിലാകുന്നു. എന്നാൽ മുസ്ലിം ആയിരുന്നിട്ട് കൂടി मुसलमान होकर അള്ളാഹുവിനെ വഴികാട്ടിയായി സ്വീകരിക്കുന്നതിന് പകരം അവനോട് ഹിദായത്തിന് ആവശ്യപ്പെടുന്നതിന് പകരം അധികം ആളുകളും പണ്ഡിതന്മാരോടാണ് വഴി ചോദിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഈ കാലഘട്ടത്തിലെ കലഹങ്ങളും കുഴപ്പങ്ങൾക്കും കാരണം ഇവരാണ്. അതിനാൽ പുതുതായി വരുന്നവരുടെ സംഭവങ്ങൾ കേട്ടുകൊണ്ട് അവരുടെയും നമ്മുടെയും വിശ്വാസത്തിന് പുരോഗതി കൈവരാൻ ദുആ ചെയ്യേണ്ടതാണ്. ഒപ്പം മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയും ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു അവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. ഈ കാലഘട്ടത്തിലെ ഇമാമിനെ വിശ്വസിച്ചുകൊണ്ട് के इमाम को मानकर अपनी दुनिया और आखिरत संवारने वाले बन सके। ദുനിയാവും ആഖിറത്തും സമ്പാദിക്കുന്നവരായി മാറട്ടെ. ഈ സമയത്ത് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നേതാക്കന്മാർ പൊതുജനങ്ങളുടെ മേൽ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നു. പൊതുജനങ്ങൾ സമത്വവും നീതിയും ഇല്ലാത്ത കാരണത്താൽ നേതാക്കന്മാർക്കെതിരിൽ പോരാടുകയാണ്. लीडरों के खिलाफ लड़ रहे हैं, സ്വാർത്ഥമതികൾ നേതാവായിക്കൊണ്ട് തങ്ങളുടെ പാർട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. अपना ग्रोह बनाकर बैठा हुआ വിവിധ കക്ഷികൾ പരസ്പരം കഴുത്ത് അറുക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. गर्दनें काटने ആദ്യം में मसरूफ है। ഷിയാ സുന്നി കലഹമാണ് ഉണ്ടായിരുന്നത്. या सुन्नी फसाद होते അതിനെ ഭരണകൂടം നിയന്ത്രിച്ച് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണകൂടം സ്വയം കക്ഷികൾ ഉണ്ടാക്കുന്നതിൽ വ്യാപൃതരാണ്. की जंग में मुलव्वस ഇറാഖ്, സിറിയ, ലിബിയ എന്നിവയുടെ അവസ്ഥ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. सालों से ഇപ്പോൾ സൗദി അറേബ്യ, യമൻ सऊदी अरब और यमन എന്നിവിടങ്ങളിലും അവസ്ഥകൾ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ യമനിനെ സഹായിക്കാനായി के बहाने जंग में യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുകയാണ്. ഈ അവസ്ഥ അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല. और अब पता नहीं कहाँ जाके रुकेंगे। ഈ യുദ്ധം इस जंग के वसी വിശാലത കൈവരിക്കുമെന്ന അപകടം വിദൂരമല്ല. പൈശാചി ശക്തികൾ മുസ്ലിങ്ങളെ എപ്രകാരമാണ് ബലഹീനരാക്കാൻ ആഗ്രഹിക്കുന്നത്, इस तरह कमजोर करना चाहते അതിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. वो ആദ്യം നേരിട്ടായിരുന്നു ആക്രമിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നേരിട്ടുള്ള ആക്രമണത്തിനു പകരം പരസ്പരം തല്ലിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുകയാണ്. आकर अपने मकसद को हासिल ഇവർ എന്താണ് ചെയ്യുന്നതെന്ന കാര്യം മുസ്ലിം ലോകത്തിന് മനസ്സിലാകുന്നില്ല. समझ नहीं आ रही। ഇതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നതുമില്ല. ഇതിന്റെ ഫലം എന്താണ് ഉണ്ടാകുക? क्या वजूहात हैं, इसके नतीजाज क्या निकलेंगे। അള്ളാഹുവിന്റെ അവസാന പ്രവാചകനെ വിശ്വസിക്കുന്നവർക്ക് ഇത്രമാത്രം കലഹങ്ങളും കുഴപ്പങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നു എന്നും ഇവർ ചിന്തിക്കുന്നില്ല. പുരോഗതിയുടെ കൊടുമുടിയിലെത്തിയ ശേഷം पर पहुंचकर എല്ലാ മുസ്ലിം രാജ്യങ്ങളും തകർച്ചയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. तमाम मुसलमान मुल्क गिर रहे हैं। ഈ തകർച്ചയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ, इस सवाल से പുരോഗതിയുടെ സ്ഥലത്തേക്ക് രണ്ടാമത് വരണമെങ്കിൽ की मंजिलों അതിന് ഒരേ ഒരു മാർഗമാണുള്ളത്. एक ही जरिए है, അത് അള്ളാഹു പറഞ്ഞിട്ടുള്ളതുമാണ്. जो खुदा ताला ने बताया है। ഈ അവസാന സമൂഹത്തെ मसीह അവലുമായി ബന്ധിപ്പിക്കുന്ന മസീമോദിൽ വിശ്വസിക്കുക. को पहलों से मिलाना, കക്ഷി വിഭജനത്തിനും പകരം फिरका बंदियों के बजाय ഏക ഉമ്മത്തായിക്കൊണ്ട് മസീമൌദ് മഅദി മൌദിന്റെ കരങ്ങളിൽ ഒത്തുചേരുക. के हाथ पर അള്ളാഹു അവർക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനായി നമുക്ക് ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു നമുക്ക് ദുആ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. हमें भी दुआओं അത് സ്വീകരിക്കുമാറാകട്ടെ. और उन्हें कबूल भी फरमाए। ജുമാ നമസ്കാരത്തിന് ശേഷം 2 ജനാസ നമസ്കാരങ്ങളുണ്ട്. ഒരു ജനാസ ഹാജറാണ്. ജനാസ വന്നിട്ടുണ്ടോ? हाजिर है, आ चुके हैं। ജനാസ ഹാജർ ജനാബ് है वो मुकर्रम ഇന്തിസാർ അഹമ്മദ് നിയാസ് സാഹിബിന്റേതാണ്. അദ്ദേഹം ഡോക്ടർ ഇഫ്തിഖാർ അഹമ്മദ് നിയാസ് സാഹിബിന്റെ മകനാണ്. 2015 മാർച്ച് 28 50-ാമത്തെ വയസ്സിൽ ബോസ്റ്റൺ അമേരിക്കയിൽ വഫാത്താകേണ്ട. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഡോക്ടർ ഇഫ്തിഖാർ അയാസ് സാഹിബ് എഴുതുന്നു, इफ्तिखार याद साहब ഇന്തിസാർ लिखते हैं, തൻസാനിയയിലാണ് इंतसार ജനിച്ചത്. तंजानिया മൗലാന അബ്ദുൽ അത്താ സാഹിബ് ജലന്ധരി ഖാലിദ് അഹമ്മദിയത്തിന്റെ ചെറുമകനാണ്. മുഖ്താർ അഹമ്മദ് സാഹിബിന്റെ और मुख्तार अहमद പൗത്രനുമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയും एक कुरान करीम വളരെയധികം ഓതുന്ന വ്യക്തിയും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിക്കൽ BSc ഡിഗ്രി കരസ്ഥമാക്കി ഇൻഫർമേഷൻ ഡിഗ്രിയിൽ മാസ്റ്റർ में मास्टर किया। നേടിയിട്ടുണ്ട്. ജമാഅത്ത് വ്യവസ്ഥയോടും खिलाफत की ഖിലാഫത്ത് വ്യവസ്ഥയോടും പരിപൂർണമായി അനുസരിച്ചിരുന്നു. ഖുദാമുൽ അഹമ്മദിയുടെ പ്രവർത്തകനായിരുന്നു. सदर मजलिस खुदा ലണ്ടനിൽ അത്ഫാലുൽ അഹമ്മദിയയുടെ മുഅത്തിമദായിട്ട് മജ്ലിസിന്റെ കായിദായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്.
ഒരുപാട് കാലം പ്രാദേശിക ജമാഅത്തിലെ സെക്രട്ടറി മാലായി സേവനമനുഷ്ഠിച്ചിരുന്നു. मुकामी जमात के सेक्रेटरी ഒരു ആവേശമുള്ള ദായിലല്ലായിരുന്നു. അദ്ദേഹം മുഖേന ഒരുപാട് ബയ്യത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ചന്ത നൽകുന്നതിൽ വളരെ കൃത്യത പാലിച്ചിരുന്നു. चंदों की अदायगी में बहुत बाकायदा थे കഴിഞ്ഞ 3 വർഷമായി തന്റെ और गुज़श्ता 3 सालों से अपने शोबा में मज़ीद ശൂബയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി അമേരിക്കയിൽ തന്നെ താമസമാക്കിയിരുന്നു. അവിടെ രോഗിതനായി. ഡോക്ടർ हो गए और ശ്വാസകോശത്തിൽ ക്യാൻസർ ആണെന്ന് അറിയിച്ചു. രോഗം വളരെ മൂർച്ഛിച്ചിരുന്നു. या लिवर पे शायद असर हुआ ഏതായിരുന്നാലും നല്ല മാതൃകയോഗ്യനായ മകനും സഹോദരനും പിതാവുമായിരുന്നു. തന്റെ മകന്റെ ശിക്ഷണകാര്യത്തിലും അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. में ख्याल था അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മാതാപിതാക്കളും സഹോദരിക്കും പുറമെ ഭാര്യ നിയറ തൻസാ സാഹിബയും 9 വയസ്സുള്ള മകൻ बेटा अफनान അയാസ് സാഹിബും ഉൾപ്പെടുന്നു. അത്താൽ മുജീബ് സാഹിബിന്റെ സഹോദരിപുത്രനാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിനോട് കരുണ കാണിക്കട്ടെ. അദ്ദേഹത്തിന്റെ ദർജാത്ത് ഉയർത്തുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ ജനാസ ഗായിബാണ്. ജാമിയ അഹമ്മദിയ കാദിയാനിലെ വിദ്യാർത്ഥി വസീം അഹമ്മദിന്റേതാണ്. 2015 മാർച്ച് 25 ബിയാസ് നദിയിൽ മുങ്ങി മരിച്ചു. ഇന്നാലില്ലാഹി വൈനാലി റാജൂൻ. डूब कर वफात पा गए इन्ना लिल्लाहि व इन्ना इलैहि 4 ദിവസത്തെ തുടർച്ചയായ പരിശ്രമത്തിന്റെയും അന്വേഷണത്തിന്റെയും ഫലമായി कोशिश और तलाश के बाद മുങ്ങിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്താണ് तकरीबन 2 किलोमीटर दूर മർഹൂമിന്റെ ജനാസ കിട്ടിയത്. उल्टी पड़ी हुई മർഹൂമിന്റെ ശരീരത്തിൽ യാതൊരുവിധ മുറിവുകൾ ഉണ്ടായിരുന്നില്ല. ശരീരം വീർത്തിട്ടുമില്ലായിരുന്നു. അതുപോലെ और ना ही किसी യാതൊരുവിധ ദുർഗന്ധവും ഉണ്ടായിരുന്നില്ല. पोस्टमार्टम और कानूनी പോസ്റ്റ്മോർട്ടത്തിനും लाश को बदरिया एम्बुलेंस നിയമ നടപടികൾക്കും ശേഷം ആംബുലൻസിൽ കാദിയാനിൽ കൊണ്ടുവന്നു. ലുഹർ നമസ്കാരത്തിന് മുമ്പ് തന്നെ 2 दिन पहले ജനാസ നമസ്കാരം നിർവഹിച്ചു. വിഷ്ണു മക്ബറയിൽ മറവ് ചെയ്തു. मगर में तदफीन മർഹൂം 1995 23 ഓഗസ്റ്റ് 23 ജനിച്ചത്. തെലങ്കാനയിലാണ് അദ്ദേഹത്തിന്റെ താമസം. सूबा तेलंगाना से इनका ताल्लुक ജന്മന അഹമ്മദിയായിരുന്നു. അദ്ദേഹത്തിന്റെ ऐशी अहमदी थे इनके दादा देसी भाषाओं में പിതാമഹൻ ഖലീഫത്തുൽ മദീന സ്ഥാനിയുടെ കാലത്ത് दौरे खिलाफत में ഹസ്രത്ത് സേട്ട് അഹമ്മദ് ജാൻ സാഹിബ് മുഖേനയാണ് അഹമ്മദത്ത് സ്വീകരിക്കാൻ തൗഫീഖ് ലഭിച്ചത്. വസീം അഹമ്മദ് മർഹൂം तौफीक मिली 2013 ജാമിയയിൽ പഠനത്തിനായി വഖഫ് ചെയ്തു വന്നത്. ज्ञान में तालीम की गरज से അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ और പഠിക്കുന്ന से अच्छे സമർത്ഥനായ കുട്ടിയായിരുന്നു. വളരെ പ്രസന്നവദനും ദീനീ സേവനത്തിനായി ആവേശമുള്ള വ്യക്തിയുമായിരുന്നു. दीन की खिदमत का जज्बा रखने वाले और കഴിഞ്ഞ വേനൽ അവധിക്ക് വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അനഹമ്മദികളുമായി ചങ്ങാത്തം തുടങ്ങി. പിതാവ് വഫാത്തായിരുന്നു. മാതാവ് വളരെയധികം പരിഭ്രമിച്ചു. वालदा बड़ी परेशान അവർ അവനെ വഴിതെറ്റിക്കുമോ എന്നായിരുന്നു. ഇതിൽ വസീം അഹമ്മദ് മാതാവിനോട് പറഞ്ഞു, वसीम अहमद ने अपनी ഞാൻ कहा കാദിയാനിൽ 1 വർഷം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. मैं कादियान में एक ഞാൻ എന്റെ അനഹമ്മദി സുഹൃത്തുക്കളെ मैं अब इन गैर अहमदी ജമാഅത്തിന് വേണ്ടി തബ്ലീഗ് ചെയ്യുകയാണ്. അവർ സമപ്രായക്കാരായതിനാൽ കാര്യങ്ങൾ കേൾക്കുന്നതാണ്. ദുആ ചെയ്താലും अब दुआ करें कि अल्लाह ताला उन्हें अहमदियत के कबूल करने की तौफीक അവർക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. മറ്റ് വിദ്യാർത്ഥികൾ പറയുന്നു, എപ്പോഴും തഹജ്ജുദിന് വേണ്ടി कहते हैं कि हमेशा हमने देखा कि तहज्जुद के लिए जब जगाने വിളിക്കാൻ ചെല്ലുമ്പോൾ മുമ്പ് തന്നെ തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് कर बात करने वाले സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. मरहूम ने अपने पीछे अपनी वालदा मोहतरमा अमतुल हफीज साहिबा മർഹൂമിന്റെ കുടുംബത്തിൽ മാതാവ് അമത്തുൽ ഹഫീസ സാഹിബ് വളരെയധികം ബലഹീനയാണ്. ഒരുപാട് നാളായി രോഗിയാണ്. और 2 बड़े भाई 2 മുതിർന്ന സഹോദരന്മാരുണ്ട്. ഒരാൾ വഖഫ് ജിന്ദഗിയാണ്. മൂല്യമായി സേവനം ചെയ്യുന്നു. एक वक्फ जिंदगी हैं और बतौर मौलूम काम कर रहे हैं 2 സഹോദരിമാരുണ്ട്. അള്ളാഹു പരേതന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. മാതാവിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ക്ഷമയും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. को और बाकी लवाइफों को भी सब्र और हौसला अता फरमाए الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له
ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.